പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ടി.ജി. മോഹൻദാസ് സാറിൻ്റെ ആകുലതകളും ദുഃഖങ്ങളും ഉത്കണ്ഠകളുമെല്ലാം നിറഞ്ഞ ഒരു വീഡിയോ കാണുകയുണ്ടായി. അദ്ദേഹം പറയുന്നു തമിഴ്നാട്ടിലാകെ പ്രശ്നമാണ്, തമിഴ്നാട് ഇന്ത്യയിൽ അല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിനൊരു മറുപടി പറയേണ്ടതില്ലേ? ടി.ജി. മോഹൻദാസ് സാറിൻ്റെ ഉത്കണ്ഠകളെയും വേദനകളെയും ഒക്കെ ഒന്ന് കണക്കിലെടുക്കേണ്ടേ എന്ന് എന്നോട് എനിക്ക് വേണ്ടപ്പെട്ട ചിലർ ചോദിക്കുകയുണ്ടായി. ഒപ്പം എൻ്റെ മനസാക്ഷിയും ടി.ജി. മോഹൻദാസ് സാറിനോട് ചില കാര്യങ്ങൾ പറയണമെന്ന് പല പ്രാവശ്യവും നിർബന്ധിച്ചതാണ്. പക്ഷേ ഞാനത് മാറ്റിവെച്ചു. കാരണം അതിന് ഒരു വർഗീയമായ മതപരമായ ഒരു ചിത്രം കൊടുക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ ഇനിയും മറുപടി പറയാതിരിക്കുന്നത്, ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കുന്നത് മോശമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരമൊരു പ്രതികരണവുമായി വരുന്നത്. ആദ്യം ടി.ജി. മോഹൻദാസ് സാർ പറയുന്ന ഒന്ന് രണ്ട് ആരോപണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അവരൊന്നും പറയുന്നില്ല, ഇങ്ങോട്ട് വിട്ട് സേഫായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ MLA-മാരെ കൊണ്ടുപോയി താമസിപ്പിക്കേണ്ടത് കർണാടകയിലാണ്, DK ശിവകുമാർ നോക്കിക്കോളും, സേഫാണ്. അല്ലെങ്കിൽ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി നോക്കിക്കോളും. അവർ രണ്ടുപേരും കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സിനാണ് ഈ വിജയ് ആദ്യം ലെറ്റർ അയച്ചത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. കോൺഗ്രസ് സസന്തോഷം സമ്മതിച്ചു. കാരണം ഇറ്റ്സ് ആൻ ഇവാഞ്ചലിക്കൽ ഓപ്പറേഷൻ. ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് അത് ശരി, നിനക്ക് എത്ര സീറ്റ് കിട്ടി? 108 ചേച്ചി, നിങ്ങൾക്ക് 5 സീറ്റുണ്ട് ചേച്ചി. അത് പിന്നെ നിനക്ക് തന്നെ മോനെ, നമ്മുടെ ആൾക്കാരല്ലേ. കത്തോലിക്ക സഭ മറ്റേതെങ്കിലും സഭയുണ്ടെങ്കിൽ അത് പിന്നെ ഇവാഞ്ചലിക്കൽ സഭകൾ. കാശ് ഇഷ്ടം പോലെ. സാന്റിയാഗോ മാർട്ടിൻ കാശ് മുടക്കുന്നു. പിന്നെ FCRA ബഹളം വെച്ച് FCRA തടഞ്ഞു വെച്ചിട്ട് അതിൻ്റെ കാശ് വിദേശത്തു നിന്ന് വേറെ ഒഴുകുന്നു. FCRAയിൽ കേരളത്തിൽ നടന്ന ബഹളമൊന്നും തമിഴ്നാട്ടിൽ നടന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? തമിഴ്നാട്ടിൽ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ചെറുക്കൻ ഇവൻ ക്രിസ്ത്യാനിയാണെന്നും ഇവർക്ക് വേറെന്തോ അജണ്ടയുണ്ടെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ പരക്കും. അതുകൊണ്ട് കേരളത്തിലെ ബിഷപ്പുമാരെ കൊണ്ട് ബഹളം വെച്ചിട്ട് FCRA അമെൻമെൻറ്റ് തടഞ്ഞു. തമിഴ്നാട്ടിൽ സുഖമായിട്ട് കാര്യങ്ങൾ നടന്നു. ഇതൊക്കെയാണ് ഡിസൈൻ എന്ന് പറയും, ഗ്രാൻഡ് ഡിസൈൻ എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്, നമ്മൾ ജിഹാദികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും മുസ്ലിങ്ങളെ പറ്റിയൊക്കെ. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടോ? എനിക്ക് സംശയമാണ്, എൻ്റെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. എന്നാൽ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ എവിടെയൊക്കെ ഉണ്ട്? വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ട്. ഒരുപക്ഷെ ഗോവയിൽ. ഇവരുടെയൊക്കെ പേരുകൊണ്ട് ഇവർ ക്രിസ്ത്യാനികളാണോ ഹിന്ദുവാണോ എന്നൊന്നും പലപ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ അതാണ് ക്രിസ്ത്യൻ ഡിസൈൻ. വളരെ ബുദ്ധിപൂർവമായ ഡിസൈനാണ്. അവർ ഇപ്പോൾ 2018 തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയിൽ സ്റ്റെർലൈറ്റ് സമരം വളരെ രൂക്ഷമായി, വെടിവെപ്പുണ്ടായി, 12-13 പേര് മരിച്ചു. വിജയ് സൈലൻ്റായിട്ട് ഈ മരിച്ച വീടുകൾ സന്ദർശിച്ച് അവർക്ക് ധനസഹായം കൊടുത്തു. മോട്ടോർ സൈക്കിളിലാണ് വിജയ് അവിടെ പോയത്. കാരണം കാറിലൊക്കെ പോയി കഴിഞ്ഞാൽ സിനിമാ നടൻ വിജയ് പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിയും. മോട്ടോർ സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ മോട്ടോർ സൈക്കിളിൽ വിജയ് വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. മുസ്ലിം ലീഗിനുണ്ട് 2 സീറ്റ്. അവർ പറഞ്ഞു ഞങ്ങൾ ഈ കച്ചറയെ പിന്തുണയ്ക്കാനില്ല എന്ന് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു അവർ സ്മെല്ല് ചെയ്ത് കാണും, ഇതൊരു ക്രിസ്ത്യൻ ഓപ്പറേഷനാണ്, നമ്മളിതിന് കൂട്ടു നിൽക്കുന്ന പ്രശ്നമില്ല, നമ്മൾ തിരഞ്ഞെടുപ്പിൽ 2 സീറ്റേ ഉള്ളൂ, പക്ഷേ ഈ കളിക്ക് കൂട്ടു നിൽക്കാൻ ഞങ്ങളില്ല, അവർ വിട്ടു നിൽക്കുകയാണ്. ഇങ്ങനത്തെ അവസ്ഥയിൽ ഗവർണർ ഈ ഉടക്കം വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടി.ജി. മോഹൻദാസ് സാറിൻ്റെ ഉത്കണ്ഠകളും ആകുലതകളും. അപ്പോൾ ഇന്ത്യയിൽ മറ്റാർക്കും കിട്ടാത്ത ചില വിവരങ്ങളാണ് ടി.ജി. മോഹൻദാസ് സാറിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായും എനിക്ക് ആദ്യമേ തോന്നിയൊരു ചിന്ത, എൻ്റെ മനസ്സിലോട്ട് വന്നൊരു ചിന്ത, ഇത്തരം ചിന്താഗതികളും ഇത്തരം ജൽപ്പനങ്ങളും നോർമലാണോ എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമാണോ? ഇത്തരം ചിന്താഗതികൾ അതിൽ തന്നെ ഒരു അസ്വാഭാവികതയില്ലേ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിലും അദ്ദേഹത്തെ കാണും ഇത്തരം വൈകൃതങ്ങൾ നിറഞ്ഞ ചിന്താഗതി. അദ്ദേഹത്തിന് വൈകൃതമുണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇത്തരം അജണ്ട നിറഞ്ഞ ചിന്താഗതി, ഇത്രത്തോളം അബ്നോർമലായ ചിന്താഗതി, വ്യക്തിയെ അല്ല ആശയത്തെയാണ് പറയുന്നത്. ഇത്രയും അബ്നോർമലായ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരവസ്ഥ ഒരിക്കലും വ്യക്തിയല്ല. വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുന്നു, പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക.
മദ്യത്തെ വെറുക്കുക, മദ്യപാനിയെ സ്നേഹിക്കുക, രോഗത്തെ മാറ്റി നിർത്തുക, രോഗിയെ സ്നേഹിക്കുക. അതുകൊണ്ട് ആശയത്തെ ഇത്രയും അബ്നോർമലായ അനാരോഗ്യകരമായ ഒരു ചിന്താഗതി തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്, കേൾവിക്കാരിലേക്ക് മതപരമായ വിഭാഗീയത കുത്തിനിറയ്ക്കുകയാണ്. എനിക്ക് ടി.ജി. മോഹൻദാസ് സാറിനോട് പറയുവാനുള്ളത്, അങ്ങ് എത്രയും പെട്ടെന്ന് ഡൽഹിക്കൊന്ന് വിമാനം കയറണം. കാരണം അങ്ങേക്ക് മാത്രമാണ് ഈ വിവരം കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും പ്രാഗൽഭ്യം നിറഞ്ഞ ചാരസംഘടനയും പ്രവർത്തകരുമുള്ളത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണെന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം ഇസ്രായേലിൻ്റെ ചാരസംഘടനകൾക്കോ അമേരിക്കൻ ചാരസംഘടനകൾക്കോ ഇന്ത്യയുടെ മിലിറ്ററി ഇൻ്റലിജൻസിനോ IBക്കോ റോയ്ക്കോ CBIക്കോ NIAക്കോ ഒന്നും കിട്ടാത്ത വിവരങ്ങളാണ് കേരളത്തിലുള്ള ടി.ജി. മോഹൻദാസ് സാറിന് കിട്ടിയിരിക്കുന്നത്. തമിഴ്നാട് ഇന്ത്യയുടെ മുകളിലേക്ക് വളർന്നിരിക്കുന്നുവെന്നുള്ള വിവരം ടി.ജി. മോഹൻദാസ് സാർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനാ സംവിധാനങ്ങളെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കാൻ സാന്റിയാഗോ മാർട്ടിനും വിജയിക്കും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ടി.ജി. മോഹൻദാസ് സാർ മാത്രമേ ഇന്ത്യയിൽ അറിഞ്ഞിട്ടുള്ളൂ. ഈവൻ ഇൻ ദ വേൾഡ്, ലോകത്തിൽ അദ്ദേഹം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഒപ്പം ഇതൊരു ഗ്രാൻഡ് പദ്ധതിയാണ്, ഇതൊരു ഇവാഞ്ചലിക്കൽ അജണ്ടയാണ്. കത്തോലിക്ക സഭയുടെ പേരെടുത്ത് പറയുന്നു. ഈ ക്രിസ്ത്യൻ പദ്ധതിയിലേക്ക് ഞങ്ങളില്ല എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞുവെന്ന് പറയുന്നു. അപ്പം മുസ്ലിം ലീഗിന് വേണ്ടി കൂടി അദ്ദേഹം വക്താവാവുകയാണ്. അപ്പോൾ ടി.ജി. മോഹൻദാസ് സാർ മാത്രം അറിഞ്ഞിരിക്കുന്ന ഇത്രയും വൈറ്റൽ ഇൻഫർമേഷൻ, രാഷ്ട്രത്തിൻ്റെ ദേശസുരക്ഷയെ ബാധിക്കുന്ന വിഷയം എത്രയും പെട്ടെന്ന് അമിത്ഷാജിയെയും മോദിജിയെയും ടി.ജി. മോഹൻദാസ് സാർ അറിയിക്കുമെന്ന് കരുതുകയാണ്. കേരളത്തിലെ പോലീസ് ഇൻ്റലിജൻസിന് പോലും ഇത് കിട്ടിയില്ല. എത്രയോ മഹനീയമായ ഒരു കഴിവുള്ള വ്യക്തിത്വമാണ് എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷനെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് വിജയ് ഭരണം പിടിച്ചെടുത്തു എന്നുള്ള വിവരം ടി.ജി. മോഹൻദാസ് സാർ മാത്രമേ ഭാരതത്തിലും ലോകത്തിലും അറിഞ്ഞിട്ടുള്ളൂ. എനിക്ക് ആലോചിക്കും തോറുമുണ്ടല്ലോ, എത്ര മഹനീയമായ കണ്ടുപിടുത്തമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയെയും ജുഡീഷ്യറിയെയും പോലീസിനെയും, അതായത് ഭരണഘടനാ സംവിധാനം, ഇലക്ഷൻ കമ്മീഷനെ മുഴുവൻ നോക്കുകുത്തിയാക്കിക്കൊണ്ട് വിജയ് നടത്തുന്ന തേരോട്ടം ലോകമറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ചിന്തിക്കാനാവാത്ത വിധം പേടിക്കേണ്ട സത്യമല്ലേ അത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങ് എത്രയും പെട്ടെന്ന് ഡൽഹി വരെ ഒന്ന് പോകണം. ഈ വിവരങ്ങൾ ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒന്ന് അറിയിക്കണം. നമ്മുടെ നാടിനെ രക്ഷിക്കണം, തമിഴ്നാടിനെ അങ്ങൊന്ന് രക്ഷിക്കണം. അങ്ങ് കർമ്മനിരതനാകണം. അതുപോലെ തന്നെ ടി.ജി. മോഹൻദാസ് സാർ ഇവിടെ വ്യക്തമായിട്ടും ഉറക്കെ ലോകത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് സാന്റിയാഗോ മാർട്ടിനും അദ്ദേഹത്തിൻ്റെ ആളുകളും കൂടി, വിജയും കൂടി തമിഴ്നാടിൻ്റെ ഭരണം പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഇതൊരു ഇവാഞ്ചിക്കൽ അജണ്ടയാണ്, കത്തോലിക്ക സഭ കൂട്ടുനിൽക്കുന്നു, ക്രിസ്ത്യൻ അജണ്ടയാണ് എന്ന് പറയുമ്പോൾ, സോണിയാഗാന്ധി പറഞ്ഞ് നമ്മുടെ ആൾക്കാരല്ലേ എന്ന് പറയുമ്പോൾ, മതവും വർഗീയതയും ഇതിലേക്ക് കുത്തിക്കയറ്റി വെക്കുമ്പോൾ, ഈ ഇലക്ഷനിലേക്ക് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ തെരഞ്ഞെടുപ്പിൽ മതവും വർഗീയതയും ആരോപിക്കുമ്പോൾ ഇത് ഈ അജണ്ടയുടെ ഭാഗമാണ് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ എന്നുകൂടിയല്ലേ അർത്ഥമാക്കുന്നത്? ഇതിനുത്തരം പറയുവാൻ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനാ സംവിധാനങ്ങൾ കൂടി ഈ അജണ്ടയുടെ ഭാഗമായി എന്നല്ലേ അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ഉയരുകയാണ്. എത്ര ഗുരുതരമായ ആരോപണമാണ് അങ്ങ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് അങ്ങേക്കറിയാമോ? എത്ര ഗൗരവതരമായൊരാരോപണമാണ്. ഇന്ത്യൻ ഭരണഘടനാ സംവിധാനങ്ങൾ നിഷ്ക്രിയമാണ്, നോക്കുകുത്തുകയാണ്, പരാജയമാണെന്നല്ലേ ഇത് പറയുന്നത്? ഒന്ന്. രണ്ടാമത്, ഒരു ക്രിസ്ത്യാനിക്ക്, ഒരാളുടെ ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി ആകുന്നതിലെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ പറഞ്ഞു വെക്കുന്നത്? അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ സംവിധാനങ്ങൾ നിഷ്ക്രിയവും പരാജയവും ഉപയോഗശൂന്യവുമാണെന്ന് വിളിച്ചു പറയുകയല്ലേ ചെയ്യുന്നത്? ഒരു വ്യക്തിക്ക്, ഒരു സിനിമാ നടന് വിലക്കെടുക്കാവുന്നതേ ഉള്ളൂ ഇന്ത്യൻ ഭരണ സംവിധാനങ്ങളെന്ന് പറയുകയാണ്. കേന്ദ്ര ഏജൻസികൾ മുഴുവൻ പരാജയമാണെന്ന് പറയുകയാണ്. ഇത്തരം കാര്യങ്ങൾ വന്ന് പറയാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പ്രഖ്യാപനം ടോട്ടലി അബ്നോർമലാണ്. പ്രഖ്യാപനം അബ്നോർമലാണ്. ഈ ആരോപണം തന്നെ അബ്നോർമലായൊരു ആരോപണമാണ്.
കാരണം നമ്മൾ ഭാരതീയരല്ലേ, ഭാരതത്തിൻ്റെ ഭരണഘടനാ സംവിധാനങ്ങളെ മാനിക്കണ്ടേ. ഒരാൾക്ക് ഇലക്ഷൻ കമ്മീഷൻ അനുസരിക്കുന്ന മാനദണ്ഡത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാനും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ലേ വിജയ് മത്സരിച്ച് ജയിച്ചത്. മറ്റൊന്നുകൂടി നമുക്കറിയാം, പല കണക്കുകളും അനുസരിച്ച് തമിഴ്നാട്ടിൽ തന്നെ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയിൽ TVK പരാജയപ്പെട്ടു എന്നുള്ള വസ്തുതയും മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി ഒരാൾ ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയാകാൻ പാടില്ലെന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വിജയ്ക്ക് മത്സരിക്കാൻ അനുവാദം കൊടുത്തു എന്നുള്ള ചോദ്യമാണ് വരുന്നത് TG മോഹൻദാസ് ചോദിക്കുന്നത്. അങ്ങ് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനോടും കേന്ദ്ര സർക്കാരിനോടുമാണ്, പൊതുജനങ്ങളോടല്ലത് പറയേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മോഹൻദാസ് സാറിനോട് ചോദിക്കുവാനുള്ളത്, ഇനി ക്രിസ്ത്യാനിറ്റിയിൽ വാട്ട് ഈസ് ആൻറ്റി നാഷണൽ, വാട്ട് ഈസ് ആൻറ്റി എഡ്യൂക്കേഷണൽ, വാട്ട് ഈസ് ആൻറ്റി ഡെവലപ്മെൻറ്റ്, എന്താണ് വികസന വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായത്? ക്രിസ്തുവിലും അപ്പസ്തോലന്മാരിലും എവിടെയാണ് ജനാധിപത്യ വിരുദ്ധതയുള്ളത്? അവർ സത്യത്തിനും നീതിക്കും വേണ്ടി രക്തസാക്ഷികളാവുകയല്ലാതെ ഒരാളെ പോലും നുള്ളി നോവിച്ചിട്ടില്ല ക്രിസ്തുവും അപ്പസ്തോലന്മാരും. ഇനി ബൈബിളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എല്ലാം മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷേ ക്രിസ്തുവിൻ്റെയും അപ്പസ്തോലന്മാരുടെയും ടീച്ചിങ് ആണല്ലോ, അവരുടെ ജീവിതമാണല്ലോ ബൈബിൾ. അവരാരെയും കൊന്നിട്ടില്ല, അവരൊരിക്കലും തങ്ങൾക്ക് വേണ്ടി രാഷ്ട്രങ്ങൾ സ്ഥാപിക്കാൻ പറഞ്ഞിട്ടില്ല, ജാതിയും മതവും സ്ഥാപിക്കാൻ പറഞ്ഞിട്ടില്ല. അതങ്ങ് മനസ്സിലാക്കണം. വിദ്യാഭ്യാസം കൊണ്ടുവരാനേ പറഞ്ഞിട്ടുള്ളൂ, വികസനം കൊണ്ടുവരാനേ പറഞ്ഞിട്ടുള്ളൂ. ജനാധിപത്യം മസ്റ്റാണെന്നാണ് ക്രിസ്തുവും അപ്പസ്തോലന്മാരും പഠിപ്പിച്ചത്. അപ്പം വികസന വിരുദ്ധതയോ ദേശവിരുദ്ധതയോ മാനവിക വിരുദ്ധതയോ ഒന്നുമില്ല. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടുന്ന സഹോദരനിൽ ജാതിയുണ്ടെന്ന് പറയുന്നവൻ, മതമുണ്ടെന്ന് പറയുന്നവൻ ദൈവത്തെ അറിഞ്ഞിട്ടേയില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇത്രയും ജനാധിപത്യപരമായ, ഇത്രയും മാനവികമായ ഒരു ആശയമാണ് ക്രിസ്ത്യാനിറ്റി മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങ് ഇതിനകത്ത് എന്തോ അപകടം കണ്ടുവെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മോഹൻദാസ് സാർ മാത്രം കണ്ട അപകടം അറിയുവാൻ ലോകത്തിനും കേന്ദ്ര സർക്കാരിനും ഇലക്ഷൻ കമ്മീഷനും അവകാശമുണ്ട്. അങ്ങ് മാത്രം കണ്ടെത്തിയ അപകടം, ലോകത്തിൽ മറ്റാരും കണ്ടെത്താത്ത അപകടം അങ്ങ് മാത്രം കണ്ടെത്തിയിരിക്കുകയാണ്. ഇതെത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാരിനെയും ഇലക്ഷൻ കമ്മീഷനെയും അങ്ങ് അറിയിക്കുമെന്ന് കരുതുകയാണ്. അപ്പം മറ്റുള്ളവർക്കും അറിയാൻ സാധിക്കുമല്ലോ. അവസാനമായി എനിക്ക് ബഹുമാനപ്പെട്ട TG മോഹൻദാസ് സാറിനോട് പറയുവാനുള്ളത്, സാറേ, തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത്, മതവും ജാതിയും രാഷ്ട്രീയത്തിൽ കലർത്തരുത്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ജാതിയും മതവും പ്രീണനവും കളിക്കാത്തത്? വികസനമാണോ ദേശസുരക്ഷയാണോ ഇന്ത്യൻ രാഷ്ട്രീയ കക്ഷികൾ മുമ്പോട്ട് വെക്കുന്നത്? ഇനി സാറിനോടൊരു കാര്യം പറയാം, സാറിനേക്കാൾ കൂടുതൽ ഐ ആം ആൻ ഇന്ത്യൻ ക്രിസ്ത്യൻ എന്ന് പറയുവാൻ എനിക്ക് സാധിക്കും. ഞാനൊരു ഭാരതീയ ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ഇന്ത്യൻ ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അത് ക്രിസ്തുവിനും ബൈബിളിനും എതിരല്ല, അഭിമാനത്തോടെ പറയാൻ പറ്റും. അതിൻ്റെ പേരിൽ എനിക്ക് സ്വർഗ്ഗരാജ്യം നഷ്ടപ്പെടുകയില്ല, ലഭിക്കുകയേ ഉള്ളൂ. സീസറിനുള്ള സീസറിനും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കാൻ പറഞ്ഞവനാണ് ക്രിസ്തു. അതുകൊണ്ട് സാറിനോട് പറയട്ടെ, ജാതിയും മതവും രാഷ്ട്രീയവും ഒരുമിച്ച് കലർന്ന ഒരു നാടിനും സമാധാനമുണ്ടായിട്ടില്ല. ഇറാൻ ചരിത്രപരമായ നല്ല അറിവുള്ളതാണ്. അങ്ങയുടെ അറിവും എൻ്റെ അറിവും തട്ടിച്ചു നോക്കിയാൽ ഞാൻ ഒന്നുമല്ല അങ്ങയുടെ മുമ്പിൽ അറിവിൻ്റെ കാര്യത്തിൽ. ഇറാൻ്റെ ചരിത്രം അങ്ങേക്കറിയാം, മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തിയതാണ്. 7-ാം നൂറ്റാണ്ട് വരെ ഇന്നത്തെ അമേരിക്കയുടെ സ്ഥാനത്തുണ്ടായിരുന്ന രാഷ്ട്രമായിരുന്നു ഇറാൻ. ഇന്ന് കുടിവെള്ളമില്ല, ഭക്ഷണമില്ല. ഇറാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി കണ്ടോ? അതേസമയം നാശത്തിനുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതാണ് മതവും രാഷ്ട്രീയവും കൂടിക്കലർന്നാൽ. എന്നാൽ UAEയും സൗദി അറേബ്യയും ഒക്കെ മതത്തെ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ട് യൂറോപ്യൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുമായി യോജിച്ച് ചേർന്നുകൊണ്ട് വികസനത്തിൽ മുമ്പോട്ട് പോയി. എന്നാൽ ജാതിയും മതവും കലർന്നു നിൽക്കുന്ന രാഷ്ട്രങ്ങളുടെ അവസ്ഥ എന്താ? വികസിത രാഷ്ട്രത്തെ ദരിദ്ര ജനത, സമ്പന്ന രാഷ്ട്രത്തെ ദരിദ്ര ജനത എന്നാണ് ഭാരതീയരെക്കുറിച്ച് പല ഇക്കണോമിസ്റ്റുകളും വിളിക്കുന്നത്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് സമ്പന്ന രാഷ്ട്രത്തെ ദരിദ്ര ജനത എന്നാണ് ഇന്ത്യക്കാരെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ ജാതിയും മതവും തിന്നുന്നത് കൊണ്ടാണ്. ജാതിയും മതവും ദൈവത്തിനില്ലെന്ന് മനസ്സിലാക്കണം. ജാതിയും മതവുമുള്ള ദൈവം ദൈവമല്ല, അവൻ സൃഷ്ടാവേ അല്ല. മനുഷ്യനെ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും തമ്മിൽ തല്ലിക്കുന്നവൻ, തമ്മിൽ അടിപ്പിക്കുന്നവൻ, തമ്മിൽ അകറ്റുന്നവൻ സൃഷ്ടാവേ അല്ല. അങ്ങനെ ഒരു മതം
മനുഷ്യരാശിക്ക് ആവശ്യമേയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സാറിനോട് എനിക്ക് പറയുവാനുള്ളത്, മതം മനുഷ്യന് വേണ്ടിയാണെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ആ ക്രിസ്ത്യാനിറ്റിയിൽ ദേശവിരുദ്ധതയോ വികസന വിരുദ്ധതയോ ജനാധിപത്യ വിരുദ്ധതയോ വിദ്യാഭ്യാസ വിരുദ്ധതയോ ഇല്ലെന്ന് മാത്രവുമല്ല, ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഭാരതത്തിന് ക്രൈസ്തവർ നൽകിയ സംഭാവനകളെ എടുത്തു പറഞ്ഞ് ശ്ലാഘിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങ് പറയുകയാണ് ക്രിസ്ത്യാനി ഏതാണ്ട് മുഖ്യമന്ത്രിയാകുന്നു. ഇത് തമ്മിൽ എങ്ങനെ ചേരും? അപ്പോൾ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്കും അറിയത്തില്ലാത്ത വളരെ വൈറ്റലായ ഇൻഫർമേഷൻ അങ്ങേക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഈ ഇൻഫർമേഷൻ എത്രയും പെട്ടെന്ന് സർക്കാരിന് കൈമാറണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടിയും മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തിയ ഒരു നാടും സമാധാനത്തോടെ ജീവിച്ചിട്ടില്ല. അതൊരു ആറ്റം ബോംബിന് മുകളിലുള്ള ജീവിതമാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. അതുപോലെ അങ്ങ് അംബേദ്കറുടെ പുസ്തകങ്ങളൊന്ന് വായിക്കണം. ഇന്ത്യയുടെ ചരിത്രം എന്താണെന്നും ഇന്ത്യയുടെ മതപരമായ അവസ്ഥ, ഇന്ത്യയുടെ തെരുവുകളിൽ എങ്ങനെയാണ് രക്തപ്പുഴ ഒഴുകിക്കൊണ്ടിരുന്നതെന്നും അതിന് കാരണക്കാരാരായിരുന്നുവെന്നും കൃത്യമായും അംബേദ്കർ തൻ്റെ പുസ്തകങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് ഞാൻ അംബേദ്കറുടെ പുസ്തകങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണ്. എനിക്ക് കൃത്യമായി അറിയാം അങ്ങ് ഓൾറെഡി അത് വായിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. അത് സ്വന്തം കണ്ണിലൂടെയാകാം. സ്വതന്ത്രമായ മനസ്സോടെ ആ പുസ്തകങ്ങളൊന്ന് വായിച്ചാൽ സത്യം മനസ്സിലാകും. അംബേദ്കർ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, പാകിസ്ഥാൻ ആൻഡ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ, ഞാൻ ഈ പുസ്തകം എഴുതിയതിന് ശേഷം ഹൈന്ദവ പക്ഷത്തും ഇസ്ലാം പക്ഷത്തുമുള്ളവർ എന്നെ വെറുത്തുവെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സാറേ, അങ്ങേയറ്റം ബഹുമാനത്തോടെ അങ്ങോട്ട് പറയുകയാണ്, ജാതിയും മതവും രാഷ്ട്രീയത്തിൽ കലർത്തരുത്. ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ കളിക്കുന്ന കളിയാണ് പ്രീണന രാഷ്ട്രീയം, മതജാതി രാഷ്ട്രീയം. അപകടമാണെന്ന് മാത്രവുമല്ല, ആ നാട് വളരുകയില്ല. നമ്മുടെ മക്കളും മക്കളുടെ മക്കളും ജീവിക്കാനുള്ളൊരു നാടാണിത്. ഈ നാടിനെ കുട്ടിച്ചോറാക്കരുത്. കുരങ്ങനെ കൊണ്ട് ചുടുചോറ് ചാരിക്കുന്ന പണിയാണ്. മതം മനുഷ്യനെ സംസ്കരിക്കാനുള്ളതാണ്. മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിനുള്ളതാണ് മതം. ഇത് മനസ്സിലാക്കണം. രാഷ്ട്രീയമോ രാഷ്ട്രത്തെ സംബന്ധിച്ചതും രാഷ്ട്രത്തിലെ ജനതകളെ സംബന്ധിക്കുന്നതുമാണ്. ഞാനിത് അങ്ങയെ പഠിപ്പിക്കേണ്ടി വരുന്നത് ഒരു ഗതികേടാണെന്ന് അങ്ങ് മനസ്സിലാക്കണം. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, എത്ര തവണ ആവർത്തിച്ചാലും ഇത് അധികമാവുകയില്ല. മതം മനുഷ്യനെ സംസ്കരിക്കാനുള്ളവയാണ്. നല്ല രാഷ്ട്രീയക്കാരൻ, നല്ല കർഷകൻ, നല്ല ഡോക്ടർ, നല്ല എഞ്ചിനീയർ, നല്ല IT മേഖലക്കാരൻ, നല്ല പശു വളർത്തലുകാരൻ, മനുഷ്യനെ സംസ്കരിക്കാനുള്ളതാണ് മതം. രാഷ്ട്രീയം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ്. ദേശീയത നല്ലതാണ്, അതാവശ്യമാണ്. ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുകയുള്ളൂ. പക്ഷേ ജാതിയും മതവും കലർത്തിയാൽ ദേശത്ത് അസ്ഥിരതയുണ്ടാകും, കലാപങ്ങളുണ്ടാകുമെന്നുള്ളതാണ്. എണ്ണപ്പാടത്തിന് തീ കൊളുത്തിയിട്ട് മരച്ചില്ല കൊണ്ട് അടിച്ചു കിടത്താൻ സാധിക്കുമെന്ന് കരുതുന്ന വിഡ്ഢികളുടെ കൂട്ടത്തിൽ, പെട്രോൾ പാടത്തിന് എണ്ണപ്പാടത്തിന് തീ കൊടുത്തിട്ട് മരച്ചില്ല കൊണ്ട് അടിച്ചൊതുക്കാൻ കഴിയുമെന്ന് കരുതുന്ന വിഡ്ഢികളുടെ കൂട്ടത്തിലേക്ക് അങ്ങയുടെ പേര് ചേർത്ത് വെക്കുകയാണ് ഞാൻ.